സോഫ്റ്റ് സെമി ടെസ സിൽക്കാണ് സാരിയുടെ ഫാബ്രിക്. വളരെ അഫോർഡബിൾ പ്രൈസ് റേഞ്ചിൽ വന്നിരിക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ്. വർക്ക് വെയർ ആയിട്ടെല്ലാം നമുക്ക് യൂസ് ചെയ്യാവുന്ന സാരീസ് ആണ്. ഹാൻഡ് വാഷ് ചെയ്ത് യൂസ് ചെയ്യാം. നോൺ ട്രാൻസ്പെറൻ്റ് ആണ് സാരിയുടെ മെറ്റീരിയൽ വരുന്നത്. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. ഇതെല്ലാമാണ് സാരിയുടെ ഒരു മെയിൻ ഹൈലൈറ്റ്സ്. ഇതിൽ ഫ്ലോറൽ ഡിജിറ്റൽ പ്രിന്റിലാണ് സാരി വരുന്നത്. അതായത് സാരിയുടെ ബേസ് കളർ വരുന്നത് ഒരു ബേജ് ടോൺ ആണ്. ഒരു ചിക്കു ബ്ലെൻഡഡ് ബേജ് ആയിരിക്കും സാരിയുടെ ബേസ് വരുന്നത്. അതിൽ നല്ല പാറ്റേണിൽ മൾട്ടി കളറുള്ള ഫ്ലോറൽ ഡിജിറ്റൽ പ്രിന്റ് ആയിരിക്കും ഫുൾ സാരി വരിക. പ്ലീറ്റ്സിന്റെ പോർഷനെല്ലാം വരുമ്പോൾ ഈ ഒരു പാറ്റേണിലായിരിക്കും വരിക. പൊടി കംപ്ലീറ്റ് ഈ ഒരു സ്റ്റൈലിലാണ് വരുന്നത്. സിമ്പിൾ ബോർഡർ വരുന്നുണ്ട്. അപ്പുറം ലോവറും വരുന്നത് സിമ്പിൾ ബോർഡർ വന്നിട്ട് ത്രൂ ഔട്ട് ദ സാരിയിലും ലോവർ പോർഷൻ വരുമ്പോൾ ഈ ഒരു ഫ്ലോറൽ ഡിസൈൻസ്. നെക്സ്റ്റ് സാരി വീണ്ടും പിസ്ത ഗ്രീൻ തന്നെയാണ്. സാരിയുടെ ബേസ് കളർ വരുന്ന പിസ്ത ഗ്രീൻ. ആ ഒരു ഡിസൈൻ മാറിയിട്ടുണ്ട്. ഫ്ലോറൽ ഡിജിറ്റൽ പ്രിന്റിൽ തന്നെയായിരിക്കും ഫുൾ ബോഡി വരുന്ന സാരി. അതൊരു മൾട്ടി കളറിലായിരിക്കും ആ ഒരു ഡിസൈൻസ് വരുന്നത്. സിമ്പിൾ ബോർഡർ ആണ് സാരി വരുന്നത്. സോഫ്റ്റ് സെമി ടെക്സ് സിൽക്ക് തന്നെ ഫാബ്രിക് വന്നിട്ട് പല്ലു വരുന്നത് ഈ ഒരു ലുക്കിലായിരിക്കും. പിസ്ത ഗ്രീനിൽ തന്നെ ഈ ഒരു പാറ്റേണിലാണ് മുന്താണി വരുന്നത്. ഇന്നത്തെ ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആയിരുന്നു. വളരെ അഫോർഡബിൾ പ്രൈസ് റേഞ്ചിലും വളരെ കംഫർട്ടബിൾ ആയിട്ടും സ്റ്റൈലായിട്ടും നമുക്ക് ഡ്രേപ്പ് ചെയ്യാൻ പറ്റുന്ന, ഈസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന സാരീസ് ആയിരുന്നു. സോഫ്റ്റ് സെമി ടെക്സ് സിൽക്ക് ആയിരുന്നു എല്ലാ സാരീസിനും ഫാബ്രിക് വന്നത്. അതിൽ ലാസ്റ്റ് സാരിയാണ് വരുന്നത് ആ ഒരു ചിക്കു ബ്ലെൻഡഡ് ബേജ് ആണ് സാരിയുടെ ബേസ് വരുന്നത്. ഡിസൈൻ സെയിം തന്നെയാണ്. അതേ ഫ്ലോറൽ ഡിസൈൻസിലായിരിക്കും മൾട്ടി കളറിൽ ഡിജിറ്റൽ പ്രിന്റ് വരുന്നുണ്ട് വിത്ത് സിമ്പിൾ ബോർഡർ ആൻഡ് പല്ലു. ആൻഡ് സെയിം സ്റ്റൈലിൽ തന്നെയായിരിക്കും വിത്ത് ബ്ലൗസ്.